അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സക്കാത്ത് നിഷേധികളെ യുദ്ധം ചെയ്ത് ഓടിപ്പിച്ച സംഭവം ഖലീഫ അബൂബക്കർ നേരിട്ട് നിന്ന് നടത്തിയ യുദ്ധം, അതിലവർക്കുണ്ടായ വിജയം അവിടെയുള്ള അറേബ്യൻ ഉപദ്വീപിൽ വളരെ വലുതായിട്ടുള്ളൊരു പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ടല്ലോ. ആ സംശയത്തെക്കുറിച്ച് പലർക്കും വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമുമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന, മദീനയിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങൾ അവരെ വലിയ രീതിയിൽ ആ സംശയങ്ങൾ ബാധിച്ചിരുന്നു. പലരും വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അതോടെ നബി തിരുമേനിയുടെ കാലം കഴിഞ്ഞോട് കൂടിയിട്ട് മദീന അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് അവിടെ ആ തെറ്റിദ്ധാരണ നീക്കാൻ ഇതൊക്കെയും വലിയ രൂപത്തിൽ കാരണമായി തീർന്നു. അവരുടെ ധിക്കാരപരമായിട്ടുള്ള മനസ്ഥിതി ഉപേക്ഷിക്കാൻ പലരും തയ്യാറായി മുന്നോട്ട് വന്നു. കാരണം അവർക്ക് മനസ്സിലായി മദീന എന്നും മദീനയാണ്. മദീനയെ നിയന്ത്രിക്കുന്നതും നബി തിരുമേനി തന്നെയാണ്. നബി തിരുമേനിയുടെ വാക്കുകൾ തന്നെയാണ് മദീനയിൽ ഇപ്പോഴും നടമാടുന്നത്. യുദ്ധതന്ത്രങ്ങളാകട്ടെ അതും നബി തിരുമേനിയുടെ യുദ്ധതന്ത്രങ്ങൾ തന്നെ അവിടെ നടമാടുന്നത്. അദ്ദേഹം ശരീരപരമായിട്ട് അവിടെ ഇല്ലെന്ന് മാത്രം. അതെല്ലാവർക്കും മനസ്സിലായി. ഇതൊക്കെ മനസ്സിലായതുകൊണ്ട് ഒരുവിധം ഒരു കൂട്ടം സക്കാത്ത് നിഷേധികൾ അവർ ഓടി വന്ന് ഖലീഫ അബൂബക്കറിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവരുടെ അവധ പറയുകയുണ്ടായി. എല്ലാറ്റിലും ഉപരി ഇസ്ലാമിനെതിരെ സംശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാകത്തിൽ എതിരാളികൾക്ക്, പ്രത്യേകിച്ചും വ്യാജമായിട്ട് പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് അവർക്കുണ്ടായിരുന്ന അവസരം മുഴുവൻ ഒരു നിമിഷം കൊണ്ടില്ലാതായി, ഒരു രാത്രി കൊണ്ടില്ലാതായി. മദീനയുടെ കളി തീർന്നു. ഇനി മദീന കളിക്കില്ല. മദീന ചുരുങ്ങി, മദീനയിൽ മാത്രം ചുരുങ്ങി, ഇസ്ലാം അവിടെ മാത്രം ചുരുങ്ങി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ മാത്രം ചുരുങ്ങി. നബി തിരുമേനി പോയതോടിയിട്ട് ഇസ്ലാമും പോയി, മദീനയും പോയി എന്ന് ഇങ്ങനെ വ്യാജമായിട്ട് പ്രചരണം നടത്താൻ പലർക്കും വലിയ ഉത്സാഹമായിരുന്നു. അവിടെ സൈന്യം അവരെവിടേക്കോ പോയിരിക്കുകയാണ്. ഇനി സൈന്യത്തെ ഒരുമിച്ച് നിർത്താൻ ഖലീഫ അബൂബക്കറിന് ഒട്ടും കഴിയില്ല. അദ്ദേഹത്തിന് യുദ്ധം എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള പലരും തുടങ്ങി വെച്ചതാണ്. അത് വലിയ രീതിയിൽ പൊട്ടിമുളച്ച് പടർന്ന് പന്തലിക്കാൻ അതിനുള്ള സാധ്യതയൊക്കെ നഷ്ടപ്പെട്ടു ഈ സംഭവത്തോട് കൂടിയിട്ട്. ഇസ്ലാം മതം പലരും സ്വീകരിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഒട്ടനവധി വിശ്വാസികളുണ്ട്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമാകാൻ വേണ്ടുന്നുള്ള പഠിപ്പുകൾ അതിലേക്ക് കടക്കാത്ത ആളുകൾ അവരിനി ശരിയാവില്ല, ഇസ്ലാമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവരുടെ ഒരു ധാരണ അവരുടെ വിശ്വാസഭ്രംശത്തിൽ നിന്ന് വിശ്വാസഭ്രംശത്തിലേക്ക് അവരെ നയിച്ചിരുന്നു. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ യുദ്ധത്തിനായി. അതാണ് യുദ്ധത്തിൻ്റെ പ്രത്യേകത, അതാണ് യുദ്ധത്തിൻ്റെ പ്രാധാന്യം. തമീം കുടുംബങ്ങളാണ് സക്കാത്ത് മുതലുകളുമായിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതുപോലെ തന്നെ തമീം കുടുംബങ്ങൾ അവർക്ക് വിധിച്ച സക്കാത്ത് മുതലുകളുമായിട്ട് ഖലീഫ അബൂബക്കറിൻ്റെ അടുത്തെത്തി. അവരാണ് ആദ്യം എത്തിയത്. ഈ രണ്ട് കുടുംബങ്ങളെ അവരുടെ സക്കാത്ത് കൊടുക്കില്ല, സക്കാത്ത് നിഷേധത്തിൻ്റെതായിട്ടുള്ള ധിക്കാരമാർന്നൊരു നിലപാട് അത് ഉപേക്ഷിപ്പിച്ച് ഇസ്ലാമിൻ്റെതായിട്ട് ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ കുടുംബങ്ങളുടെ തലവന്മാർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്.
അതാണ് ഈ പ്രാവർത്തികമായിട്ടുള്ള കാര്യം. അതിന് മാത്രമേ സാധ്യതകളുള്ളത് മനസ്സിലാക്കി. മാത്രമല്ല, പ്രധാന സഹാബിമാരുണ്ട്. അദി ഇബ്നു ഹാത്തിം, സഫർ ഖാൻ ഇബ്നു ബദറും അവരൊക്കെ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഏതായാലും മദീനക്കാര് ഖലീഫയും മദീനയിലുള്ള മറ്റുള്ളവരും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട്, ആദരവോട് കൂടിയിട്ട്, വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ സംഘങ്ങളെ, തമീം കുടുംബങ്ങളിൽ നിന്ന് വന്ന സംഘങ്ങളെ സ്വീകരിച്ചത്. സക്കാത്ത് നിഷേധികൾക്ക് എതിരായിട്ട് വലിയ വിജയം ഖലീഫ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വിജയം വരിച്ച അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. നബി തിരുമേനിയുടെ കൽപ്പന പ്രകാരം പിന്നീട് നബി തിരുമേനി കാലം ചെയ്തു പോയപ്പോൾ ഖലീഫയുടെ ഉത്തരവ് പ്രകാരം ഷാമിന് യുദ്ധം ചെയ്യാൻ പോയ ആളുകൾ, ഉസാമയുടെ നേതൃത്വത്തിൽ അവിടെ യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. 2 മാസമോ മറ്റോ പിടിച്ചു അവിടുന്ന് തിരിച്ചു വരാൻ അവരും ഇതേ സമയത്ത് പരിവാര സമേതം ഇവിടെ തിരിച്ചെത്തി. അത്രയും കൂടി ആയ സമയത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഹർഷം എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഉസാമയും കൂട്ടരും ഇല്ലാത്ത സമയത്ത് പോലും വലിയൊരു യുദ്ധം ജയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ സമയത്താണ് ഉസാമയും കൂട്ടരും തിരിച്ച് മദീനയിൽ എത്തുന്നത്. അതുകൂടി ആയപ്പോൾ അവരുടെ ആ ഉശിര്, ആന്തരിക ചോദനകളൊക്കെ 10 മടങ്ങ് വർദ്ധിച്ചു. ഉസാമയുടെ സൈന്യത്തെ തൽക്കാലം ഒരു യുദ്ധം കഴിഞ്ഞ് വന്നതാണ്. ഒരുപാട് പേർക്ക് പരിക്കുകളുണ്ട്. അവരെ മദീനയിൽ വിശ്രമിക്കാൻ പറ്റും. അതിനുശേഷം സൈന്യത്തോടു കൂടിയിട്ട് സക്കാത്ത് നിഷേധികൾക്കെതിരെ അബൂബക്കർ പുതിയൊരു ആക്രമണം കൂടി നടത്തി. ഖലീഫയുടെ സാന്നിധ്യം വാസ്തവത്തില് യുദ്ധമേഖലയിലല്ല വേണ്ടത്. രാജാവ് യുദ്ധമേഖലയിൽ പോകാറില്ലല്ലോ. അത് മദീനയിലാണ് വേണ്ടത്, തലസ്ഥാന നഗരിയിലാണ് വേണ്ടത്. ഭരണത്തിന് സ്ഥിരാകേന്ദ്രത്തിനാണ് വേണ്ടതെന്ന് അലി പറഞ്ഞു നോക്കി. പക്ഷെ അബൂബക്കർ അത് സമ്മതിച്ചില്ല. യുദ്ധത്തിലും ഭരണത്തിലും ഏത് കാര്യത്തിലും മുമ്പിൽ താനാണ് നിൽക്കേണ്ടതെന്നുള്ള ഉറപ്പിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അലി പറഞ്ഞത്, അങ്ങ് പ്രവാചകന്റെ പ്രതിപുരുഷനാണ്. പ്രവാചകന്റെ പ്രതിപുരുഷനായവനെ ഖലീഫ അബൂബക്കർ, അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ആണയിട്ടൊരു കാര്യം പറയുകയാണ്. താങ്കൾക്ക് അപകടം പറഞ്ഞുകൂടാ. കാരണം താങ്കൾ ഖലീഫയാണ്, നബി തിരുമേനിയുടെ പ്രതിപുരുഷനാണ്. താങ്കൾ ആപത്തിൽ പെട്ടുകഴിഞ്ഞാൽ തലപോയ ശരീരം പോലെയായി മാറും, മുണ്ടം പോലെയായിട്ട് മാറും സമൂഹം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പ് പോലും നഷ്ടപ്പെടും. താങ്കൾ ജീവനോട് കൂടിയിരിക്കണം. അങ്ങനെയാണെങ്കിലോ അത് ശത്രുനാശത്തിന് സഹായകരമാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങ് ജീവനോട് കൂടിയിരിക്കണം. അതിനാൽ സൈനിക നേതൃത്വം മറ്റാരെയെങ്കിലും അങ്ങ് ഏൽപ്പിക്കണം. അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ ഭംഗി. അയാൾക്ക് അപകടം പറ്റിയാൽ മറ്റൊരാളെ വിളിക്കാമല്ലോ. പക്ഷേ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്നൊരു സ്വഭാവം അബൂബക്കർ ഖലീഫയ്ക്കില്ല. അങ്ങനെയുള്ള പ്രകൃതമല്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഇല്ല അലി, അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കാൻ, നിങ്ങളെ പുറകിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കാൻ, ശത്രുവിൻ്റെ വെട്ട് നിങ്ങൾ കേൾക്കുന്ന പോലെ എനിക്കും ഏൽക്കണം. അതാണ് എൻ്റെ തീരുമാനം. അതിനുശേഷം സൈന്യത്തെ ദക്ഷിണഭാഗം, വാമഭാഗം, പിന്നണി, ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് അദ്ദേഹം ഭാഗിച്ചു. അതിനുശേഷം സൈന്യത്തിൻ്റെ പുറപ്പാടായി. സൈന്യം ദിൽക്കിസയും കടന്ന് അബ്രക്കിലെത്തി. അബ്രക്ക് എന്ന സ്ഥലത്തെത്തി. അവിടെയാണ് അബ്സ്, ദുബിയാൻ, ബക്കർ ഗോത്രങ്ങൾ താവളമടിച്ച് കൂടുന്നത്. അവിടെയാണ് സക്കാത്ത് നിഷേധികൾ, കലാപകാരികൾ. അവിടെ ചെന്ന് വലിയ വിഷമം കൂടാതെ
വലുതായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതിന് മുൻപ് തന്നെ അബ്സൽ, ദുബിയാൻ, ബക്കർ ഗോത്രങ്ങളൊക്കെ അവിടെ നിന്ന് ഓടി ഒളിച്ചു, കീഴടങ്ങിയവർ. അങ്ങനെ അവിടവും അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വീണ്ടെടുത്തു. ആ സ്ഥലം മുമ്പ് അബിയാൻ കുടുംബത്തിന്റെ ഒരു അധീനത്തിലായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. ആ സ്ഥലം വീണ്ടെടുത്തതിന് ശേഷം ഖലീഫ അബൂബക്കറിന്റെ ഒരു വിളംബരമുണ്ടായി. ഇനിമേൽ ദുബിയാൻ കുടുംബം ഈ പ്രദേശം കൈവശം വയ്ക്കാൻ അർഹരായിരിക്കില്ല. യുദ്ധം വഴി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു അവിടം നമുക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത്രയുമാണ് വിളംബരത്തിലൂടെ ഖലീഫ അബൂബക്കർ പറഞ്ഞത്, പ്രഖ്യാപിച്ചത്. അൽഹംദുലില്ലാഹ്.